ആയുർവേദം എന്ന് പറയുമ്പോൾ അതിന് ബേസിക് രണ്ട് വാക്കാണുള്ള ആയുർവേദം. ആയുർന്ന് രണ്ടും സംസ്കൃത വാക്കുകളാണ്. ഇതിന്റെ മൊത്തം ഇതെല്ലാം എഴുതിയിട്ടുള്ളതും എല്ലാം ബേസിക് വന്നിട്ടുള്ള എല്ലാം സംസ്കൃതത്തിൽ നിന്നാണ്. സംസ്കൃത ശ്ലോകങ്ങളാണ് ഇതിൽ മൊത്തം. അപ്പോൾ ആയുർവേദത്തില് ആയുർ എന്ന് പറയുമ്പോൾ ജീവൻ, വേദം എന്ന് പറയുമ്പോൾ അറിവ്, ജീവനെ കുറിച്ചുള്ള അറിവ് മെയിൻലി ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം വേദം എന്താണെന്ന് നോക്കാം. വേദം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടിവരുന്ന അറിവ്, കാര്യങ്ങൾ, നോളജ്. അപ്പൊ അത് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അറിവ് എടുത്തിട്ടുള്ളത്. ഗ്രന്ഥങ്ങളായിട്ട് വരുന്നത് ഫസ്റ്റ് ശ്രുതി, രണ്ടാമത്തത് സ്മൃതി, പിന്നെ ഇതിഹാസം, പിന്നെ പുരാണം, അടുത്തത് ആഗമാസ്, പിന്നെ ദർശനം. ആദ്യത്തെ ശ്രുതി. ശ്രുതി എന്ന് പറയുമ്പോൾ, ശ്രുതി എന്ന് വെച്ച ശബ്ദം, ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു ഡിസ്കഷൻ ആയിരിക്കും. ഒരു ടീച്ചറും ഒരു സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു ഡൗട്ട് വരും, ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാവോ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് ഈ ശ്രുതി. സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മൃതിയിൽ വലിയ ധ്യാനം, മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ ആ ഒരു രീതിയിൽ എഴുതുന്നത്. അപ്പോൾ ഈ വേദങ്ങൾ അതിന് 4 ടൈപ്പ് ഉണ്ട്. ശ്രുതിയിൽ 4 എണ്ണം. അതിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി ഈ വേദങ്ങളില് 4 ഉപവേദങ്ങളുണ്ട്. അതിലൊരു വേദമാണ് ആയുർവേദം. ധനുർവേദം, ഗന്ധർവവേദം, അർത്ഥശാസ്ത്രം. അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം.